ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കേക്കാണ്, ഹെൽത്തി കേക്ക്. അതേസമയം ടേസ്റ്റിയും കൂടിയാണേ. ഞാനും ഇത്രയും ടേസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്തില്ല. നല്ല സോഫ്റ്റാണ്, ജ്യൂസിയും ആ കേക്ക്. ഡയറ്റ് ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാം, ഷുഗർ ഉള്ളവർക്കും കഴിക്കാം. നല്ല പഞ്ഞി പോലത്തെ കേക്കാണ്, നല്ല ടേസ്റ്റുള്ള കേക്കാണ്. നല്ല സോഫ്റ്റാണ്. നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ഇതിലൊന്നും തുള്ളി ഓയിലോ ഷുഗറോ ഒന്നും തന്നെ ചേർക്കുന്നില്ല, എഗ്ഗോ ഒന്നുമില്ല. ഇതിനായി ഒരു കപ്പ് റാഗി പൗഡർ നന്നായി വറുത്തെടുക്കുന്നുണ്ട്. ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. മധുരത്തിനായി 10-11 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്, അരയ്ക്കാൻ എളുപ്പത്തിന്. ഈത്തപ്പഴം അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ 2 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഓയിലിന് പകരം ബട്ടറാണ് നമ്മൾ എടുക്കുന്നത്, അതും കൂടി ചേർക്കണം. പിന്നെ 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. വെള്ളം പോരായായി തോന്നുന്നുണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഇതിനായി 3 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് കേക്ക് ഉണ്ടാക്കാനായിട്ട്. അത് നന്നായി അരിഞ്ഞെടുത്ത് നന്നായി മാഷ് ചെയ്തെടുക്കാം നമുക്ക്. ഇതിലേക്ക് അരച്ചെടുത്ത ആ മിക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി റാഗി പൊടി അരിച്ചു വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നന്നായി അരിച്ച് മാറ്റിയെടുക്കുന്നുണ്ട്. കാൽ കപ്പ് കൊക്കോ പൗഡറാണ് ചേർത്തത്. ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് റാഗി പൊടി കൂടി ചേർത്ത് ഒരു കോട്ടിംഗ് ചെയ്തെടുക്കുന്നുണ്ട്, ഉള്ളിൽ മുങ്ങി പോവാതിരിക്കാനായിട്ട്. അതിൻ്റെ കൂടെ 1/2 കപ്പ് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് പകുതി ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-ൽ നിന്നും, ചോക്ലേറ്റിൽ നിന്നും അണ്ടിപ്പരിപ്പിൽ നിന്നും പകുതി ഇതിൻ്റെ കൂടെ ബ്ലെൻഡ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ബാക്കി ഗാർണിഷിന് വേണ്ടി എടുക്കാം. ബേക്കിംഗ് ട്രേയിലേക്ക് ഒരു ബട്ടർ തടവി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഈ കേക്ക് ബാറ്റർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗാർണിഷിനായിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റും അണ്ടിപ്പരിപ്പും ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എയർ കയറിയതൊക്കെ പോവാനായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിത് എയർ ഫ്രയറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റൗവിലും ചെയ്തെടുക്കാം.
ഇത് ഞാൻ 160 ഡിഗ്രിയിൽ 17 സെക്കൻഡാണ് വച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്യാസിലാണെങ്കിൽ ഒരു വലിയ ചെമ്പെടുത്ത് അതിൽ അടിയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിൻ്റെ മേലെ ഈ ട്രേ വെച്ച് കൊടുത്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ 40-45 മിനിറ്റുകൾക്കുള്ളിൽ ശരിയാകും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. കൂടാതെ നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ആ ബെൽ ബട്ടണിൽ ഓൾ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ പുതിയൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.